ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആപുത്രൻ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ ജോസഫും ദാവീദിന്റെ ഗ്രഹത്തിലും കുലത്തിലുമുള്ളവനായതുകൊണ്ട് ഗർഭിണിയായ മറിയമിനെ കൂട്ടി ഗലീലയിലെ നസ്രത്തിൽ നിന്നും യഹൂദയിലെ ബേത്ലഹേം എന്ന പട്ടണത്തിലേക്ക് പോയി. അവിടെ ഒരു പശുത്തൊഴുത്തിൽ ദേവാദിദേവൻ രാജാതിരാജൻ നമുക്കായി പിറന്നിരിക്കുന്നു. യഹൂദിലെ ബേത്ലഹേമേ, നീ യഹൂദിയ പ്രഭുക്കന്മാരിലൊട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്നും പുറപ്പെട്ടു വരും എന്നുള്ള പ്രവചനം ഇതാ ഇവിടെ നിർത്തിയാവുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. കടിഞ്ഞൂലായ ആണൊക്കെ ദൈവത്തിന് വിശുദ്ധമായിരിക്കണമെന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. അതിനാൽ ന്യായപ്രമാണപ്രകാരം അവർ യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി. യെരുശലേമിൽ ശിമിയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസനുമായി കാത്തിരുന്നവനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനും യേശുവിനെ കാണാതെ മരിക്കുകയില്ല എന്നുള്ള ഒരു വരം ലഭിച്ചവനും ആയിരുന്നു. ഇതാ ശിമിയോൻ യേശുവിനെ കാണുന്നു. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശമായും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. മറിയമേ, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. മകളെ, നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കും.
സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ വിട്ടൊഴിഞ്ഞ് ഓടിപ്പോകുവിൻ എന്ന് നിങ്ങൾക്ക് ഉപദേശിച്ചത് ആര്? ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം എല്ലാം വെട്ടി തീയിലിട്ട് കളയും. ഞാൻ നിങ്ങളെ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കുന്നു. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുന്നു. ഇതാ ലോകത്തിന്റെ പാപത്തെ വഹിപ്പാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. നിന്നാൽ സ്നാനമേൽപ്പാൻ എനിക്കാണ് ആവശ്യം. പിന്നെ നീ എന്റെ അടുക്കിലേക്ക് വരുന്നത്? ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയെ നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുക്കുകയും. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ.